നമസ്കാരം, വെൽക്കം ടു മഹാബലിപുരം. അപ്പോൾ നമ്മൾ മഹാബലിപുരത്താണുള്ളത്. നല്ല രസമല്ലേ കാണാന്? ഗംഭീരമായ ഇത് മഹാബലിപുരത്ത് പോയി കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. ഗംഭീരമായ കാഴ്ച. 2019 നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റും ഇവിടെ സന്ദർശിച്ചപ്പോ കാഴ്ചകളും കാണുകയായിരുന്നു. ഇതിന്റെ ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഭാഗീരഥൻ തപസ് ചെയ്ത് ഇനി നമുക്ക് മഹാബലിപുരത്തിലെ കുറച്ച് കാഴ്ചകൾ വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മഹാബലിപുരത്ത് നമ്മൾ അടുത്തതായി പോകുന്നത് ബസ് സ്റ്റാൻഡിന്റെ പുറകു ഭാഗത്തേക്കുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയാണ്. ഇതാണ് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു 150 മീറ്റർ പുറകോട്ട് മാറിക്കഴിഞ്ഞാൽ ഡിസൈൻഡ് ഓഫ് ദ ഗാങ്സ് എന്നൊരു പ്രദേശമുണ്ട്. കുറെ പാറയിലെ ശില്പങ്ങളുടെയും ഒക്കെ കാഴ്ചയാണ്. അപ്പൊ അതിന്റെ പേരാണ് ഡിസൈൻഡ് ഓഫ് ദ ഗാങ്സ്. ഗംഗയുടെ ഇറക്കം, അർജുന തപസ് എന്നൊക്കെ പ്രാദേശികമായി ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള പാറയിലെ ശില്പങ്ങളും പാറ തുരന്നിട്ടുള്ള ചില നിർമ്മിതികളുടെയും കാഴ്ചയാണ്. ഏകദേശം 40 മീറ്റർ നീളത്തിലും 15 മീറ്റർ വീതിയിലുമുള്ള ഒരു വലിയ പാറയിൽ ഉണ്ടാക്കിയ ശില്പങ്ങളുടെ കാഴ്ചയാണ് ഇത് പ്രധാനമായും. അപ്പൊ അങ്ങോട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണന്റെ ബട്ടർ ബോൾ എന്ന സ്ഥലത്തേക്ക് ഈ വഴി തന്നെയാണ് കടന്നു പോകേണ്ടതും. അപ്പൊ അങ്ങോട്ട് നടന്നു പോകുന്ന കൂട്ടത്തിൽ ഈ കാഴ്ചകളും കാണുകയായിരുന്നു. ഇതിന്റെ ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഭാഗീരഥൻ തപസ് ചെയ്ത് സ്വർഗത്തിൽ നിന്നും പുണ്യനദിയായി ഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കിയതിന്റെ ചിത്രീകരണമാണ് ഇവിടെ ഉള്ളത്. അതിനോടൊപ്പം അതിസൂക്ഷ്മമായ കുറെ ശില്പങ്ങളും ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ നേരിയ ശില്പങ്ങൾ, വലിയ 2 ആനകളുടെ കാഴ്ചകളുമുണ്ട്. അത് ഏതായാലും അടുത്ത് തന്നെ നിന്ന് കാണേണ്ടതാണ്. അതിന്റെ കാഴ്ചകൾക്ക് ശേഷം ഇനി നമ്മൾ ബട്ടർ ബോളിന്റെ അടുത്തേക്ക് പോവുകയാണ്. സുന്ദരമായ റോഡിൽ കൂടെ തന്നെയാണ് നമ്മൾ ബട്ടർ ബോളിന്റെ അടുത്തേക്ക് പോകുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി ബട്ടർ ബോൾ, കൃഷ്ണന്റെ ബട്ടർ ബോൾ എന്ന് വിളിപ്പേരുള്ള വലിയൊരു പാറക്കല്ല് ഇരിക്കുന്ന ഗംഭീരമായ ഒരു കാഴ്ച കാണാനാണ് പോകുന്നത്. അപ്പൊ ദൂരെ നിന്ന് നമ്മൾ കാണുന്നില്ലേ ഒരു പാറക്കല്ല് ആണെന്ന് ഇവിടുന്ന് ചിലപ്പോ തോന്നില്ല. ഒരു ഡയമണ്ട് പോലെ ഇരിക്കുന്നത് കണ്ടോ? അതാണ് കൃഷ്ണന്റെ ബട്ടർ ബോൾ എന്നറിയപ്പെടുന്നത്. അത് കാണണമെങ്കിൽ നമ്മൾ 40 രൂപ ടിക്കറ്റ് എടുക്കണം. ഇവിടെ എല്ലാം കൂടെ കൂടിയിട്ട് 40 രൂപ മതി. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ അങ്ങന്ന് ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. പിന്നെയാണ് അറിയുന്നത് എല്ലാത്തിനും കൂടി ഈ മഹാബലിപുരത്തെ കാഴ്ചകൾക്ക് എല്ലാം കൂടി 40 രൂപയുടെ ടിക്കറ്റേ വേണ്ടു. അപ്പൊ ഏതായാലും പൈസ പോയി, ഒന്നുകൂടെ ടിക്കറ്റ് എടുത്തു, അകത്തേക്ക് കയറി. അപ്പൊ അകത്ത് കയറുമ്പോ ഒരു ഉദ്യാന സമാനമായ ഒരു പ്രദേശമാണ്. അപ്പൊ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഗംഭീരമായ കാഴ്ച നോക്കി, എന്ത് സുന്ദരമായ നല്ല ഒരു പന്തിരിക്കുന്നത് പോലെ അടിപൊളിയായിട്ട് നല്ല രസം. എതിർവശത്തു നിന്ന് സൂര്യന്റെ രശ്മികൾ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കാണാം. നല്ല രസം. ആളുകളൊക്കെ കണ്ട പാടെ ഓടി കയറുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് കൃഷ്ണന്റെ ബട്ടർ ബോൾ. അപ്പൊ ഇത് ഈ ബസ് സ്റ്റാൻഡിന്റെ പുറകിൽ തന്നെയാണ്. നമ്മുടെ ഈ പറയുന്ന മഹാബലിപുരം ബസ് സ്റ്റാൻഡിന്റെ പുറകിൽ നിങ്ങൾ കുറച്ച് നടക്കുമ്പോഴത്തേനാണ് എത്തി. ആൾക്കാർക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ്. ഇത് കേട്ടോ, ഇതൊരു വലിയ പാറയാണ് കേട്ടോ. ഇതിന് 8 മീറ്ററോളം ഉയരമുണ്ട്. അതുപോലെ 6 മീറ്റർ വീതിയുണ്ട്. 300 ടണ്ണോളം ഭാരമുണ്ട് ഈ ഒറ്റ പാറക്കല്ലിന്. അപ്പൊ 1200 വർഷത്തോളമായിട്ട് ഇതിങ്ങനെ ഇവിടെ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സമീപത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ സമീപത്തെ ഇതുപോലത്തെ അല്ലെങ്കിൽ മറ്റ് പാറകളൊക്കെ ഉണ്ട്. ഒരു എന്താ പറയുക, കൃഷ്ണ ശിലകൾ ഉള്ള ഒരു പ്രദേശമാണ് ഈ മഹാബലിപുരം എന്ന സ്ഥലത്ത്. അപ്പൊ അവിടെ ഇതിങ്ങനെ ബാലൻസ് ആയിട്ട് ഇരിക്കുകയാണ്. അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ഇതിങ്ങനെ ബാലൻസ് ആയിട്ട്. അപ്പൊ അടുത്തേക്കൊക്കെ നമ്മൾ ക്യാമറ തിരിക്കുമ്പോൾ കണ്ടേ കല്ല് ഒക്കെയാണ് ഇങ്ങനെ ചെരിഞ്ഞൊരു പ്രദേശത്താണ് ഈ സംഭവം ഇരിക്കുന്നത്. അതപ്പോ അതിന്റെ ചുവട് വളരെ ഇതായിട്ട് കുറച്ച് ഭാഗം മാത്രമേ ആ താഴത്തെ ഭാഗത്ത് ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതങ്ങനെ ഇരിക്കുന്ന ഒരു ഭയങ്കര കാഴ്ചയാണ്. ഈ പാറക്കല്ലുകൊണ്ട്
സർക്കാർ ലക്ഷങ്ങളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണികളെ വന്നിട്ട് ആ ടിക്കറ്റ് ചാർജിലൂടെ കിട്ടുന്നത്. അപ്പൊ താഴോട്ട് നോക്കുമ്പോൾ കാഴ്ച ഇതൊക്കെയാണ്. അപ്പോ ധാരാളം ആളുകൾ ഇത് കാണാൻ വരുന്നുണ്ട്. കാണാൻ നല്ല രസവുമാണ് കേട്ടോ. ഈ ഭഗവാൻ കൃഷ്ണന്റെ പലപ്പോഴും തന്റെ അമ്മയുടെ വെണ്ണപ്പാത്രത്തിൽ നിന്നും വെണ്ണ കട്ട് തിന്നുന്ന ഒരു കഥയുണ്ടല്ലോ. അപ്പൊ ആ കഥയിലെ ഈ വെണ്ണ പോലെ ഇരിക്കുന്ന ഒരു കല്ലായതുകൊണ്ടാണ് ഇതിനെ കൃഷ്ണന്റെ ബട്ടർഫോൾ, അതായത് വെണ്ണക്കല്ല് എന്ന് ആളുകൾ പറയുന്നത്. അപ്പൊ 1969 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇവിടെ സന്ദർശിച്ചപ്പോൾ അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പിന്നീട് കുറെ കാലത്ത് ഇന്ദിര സ്റ്റോൺ എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്നു. പലരും വിനോദം കണ്ട കൊച്ചു കുട്ടികളൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ പോസ് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവള് കൊച്ചുമിടിക്ക് എനിക്കും കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോസൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ ഗംഭീരമായ ഒരു കാഴ്ചയാണ്. ഈ മഹാബലിപുരത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രകൃതിദത്തമായ ഒരു കാഴ്ച. അതേതായാലും രസമാണ്. വാൻ ഇരൈക്കൽ എന്ന പേരിനും ഇത് ഈ തമിഴ്നാട്ടിലെ ഉള്ള ആളുകൾ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുണ്ട്, കുറെ ആളുകൾ ഇങ്ങനെ വന്നിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഇന്ന് സെൽഫി എടുക്കുന്നു, അങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു. ഇതുണ്ടാവും, നല്ല രസമല്ലേ കാണാന്. ഗംഭീരമായ ഇത് മഹാബലിപുരത്ത് പോയി കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. ഗംഭീരമായ കാഴ്ച. 2019 നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റും ഇവിടെ സന്ദർശിച്ചപ്പോ ഫോട്ടോ എടുക്കുകയും അവര് ട്വിറ്ററിലൊക്കെ ഈ ചിത്രം പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.